ഭാരതാംബ ചിത്രത്തെ ചൊല്ലി കേരള സർവകലാശാല സെനറ്റ് ഹാളിലുണ്ടായ സംഘർഷത്തിൽ വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം തേടും. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ തടസ്സം സൃഷ്ടിച്ചത് എന്തിനാണെന്നതിലാണ് വിശദീകരണം തേടുക. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത്. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്രം വിവാദം തുടർന്നിതാ സംഘർഷത്തിൽ വൈസ് ചാൻസലറുടെ രാജ്ഭവൻ വിശദീകരണം തേടാനിരിക്കുകയാണ്. വിശദാംശങ്ങൾ. വൈകുന്നേരത്ത് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചടങ്ങ്, ആ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ ചൊല്ലിയാണ് വലിയ തരത്തിൽ സംഘർഷത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അതിലൊരു കാര്യം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് ആ വേദിയിലെത്തിയത് കേരള സർവകലാശാല രജിസ്ട്രാറായിരുന്നു. എന്നാൽ രജിസ്ട്രാറിന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാജ്ഭവൻ ഇപ്പോൾ വിശദീകരണം തേടാൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലർ വിശദീകരണം നൽകണം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് മതപരമായ ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചിട്ടില്ല. ഒപ്പം ഗവർണർ വരുന്ന പരിപാടിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ രജിസ്ട്രാറിന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങളുണ്ടായി. ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. കാരണം കറക്റ്റ് 5:30 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന യോഗം രജിസ്ട്രാറിന്റെ ഇടപെടൽ കാരണവും അനാവശ്യമായി രജിസ്ട്രാർ രാജ്ഭവനിലേക്ക് വിളിച്ചുകൊണ്ട് പരിപാടി റദ്ദെയ്യുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചതുമൊക്കെ തന്നെ വലിയ തരത്തിൽ രാജ്ഭവനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വിശദീകരണം ചോദിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ന് തന്നെ കത്ത് നൽകാനുള്ള സാധ്യത. എന്തായാലും വൈസ് ചാൻസലറോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ ഇന്നലെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നോ നാളെയോ കത്ത് നൽകുമെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇത് വലിയ തരത്തിൽ, അതായത് ഭാരതാംബ വിവാദം വലിയ തരത്തിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവനും സർക്കാരും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ വിശദീകരണം തേടലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ വിവാദത്തിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്താൻ രാജ്ഭവൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഗവർണർ പങ്കെടുത്ത ഒരു ചടങ്ങ്, ആ ചടങ്ങിനെ സംബന്ധിച്ച് നേരത്തെ അതൊന്ന് വ്യക്തമായൊരു വിവരം കേരള സർവകലാശാലയ്ക്ക് ലഭിച്ചിരുന്നില്ല. ഒരു സ്ത്രീ പത്മനാഭ സമിതി എന്നുള്ളൊരു സംഘടന ഈ അടിയന്തരാവസ്ഥ സമയത്ത് ജയിലിലടയ്ക്കപ്പെട്ടവരെ ആദരിക്കുന്നെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഗവർണർ പങ്കെടുക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗം തുടങ്ങുന്നതിനും അരമണിക്കൂർ മുമ്പാണ് ഭാരതാംബയുടെ ചിത്രം വേദിയിൽ പ്രദർശിപ്പിച്ചത്. ഇതേ ചൊല്ലിയായിരുന്നു രജിസ്ട്രാർ ഇടപെട്ടതും യോഗം റദ്ദാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതും. എന്നാൽ ഇത് അംഗീകരിക്കാൻ ആ സമിതി അല്ലെങ്കിൽ പത്മനാഭ സമിതിയിലെ അംഗങ്ങൾ തയ്യാറായില്ല. പ്രത്യേകിച്ചും RSSുമായി ബന്ധമുള്ളവരായിരുന്നു ഈ സമിതിയിലെ അംഗങ്ങളും. ഇവർ തങ്ങൾ ഏറെ നേരം വാഗ്വാദങ്ങൾ ഉണ്ടായി. മാത്രം പോലീസ് ഇടപെട്ടു. ഇതിന് തൊട്ട് പിന്നാലെയാണ് SFI DYSF പ്രവർത്തകർ പ്രതിഷേധവുമായി അവിടെ എത്തുന്നത്. അങ്ങനെ വലിയ തരത്തിൽ ഒരു കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് എത്തിച്ചു. ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ള വിശദീകരണം തേടാനാണ് ഇപ്പോൾ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഗവർണർ ഭാരതാംബ വിഷയത്തിൽ കത്ത് നൽകാനിരുന്ന ആ ദിവസമായിരുന്നു അന്ന് അത്രയും വലിയൊരു സംഘർഷം ഉടലെടുത്തത്. അന്നേ ദിവസം തന്നെ ഏറ്റുമുട്ടൽ ഇല്ലെന്ന് താൻ പറഞ്ഞതിന്റെ അർത്ഥം വഴങ്ങില്ല, അതായത് സർക്കാരിന് വഴങ്ങില്ല എന്ന് ഗവർണർ പറയുകയും ചെയ്തു. നിലവിലിതാ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ രജിസ്ട്രാർ തടസ്സം സൃഷ്ടിച്ചത് എന്തിനാണെന്നതിലാണ് വിശദീകരണം തേടുന്നത്, അല്ലേ?